ഞാന് ശരിക്കും ഞാൻ അക്രലിക് പെയിന്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനെ എന്താ പറയാ പോർട്രേറ്റ് വരക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൻസിലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അക്രലിക്കിലൊക്കെ ഇങ്ങനെ പക്ഷെ അതും പെർഫെക്റ്റ് അല്ല എങ്കിൽ കൂടിയിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്തു. ശരിക്കും സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നതിന്റെ ശേഷമാണ് ഞാൻ പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പോർട്രേറ്റിലാണ് ഞാൻ ഫുൾ ടൈം കണ്ടിട്ടില്ല. കാരണം നമുക്കൊരു വരുമാന മാർഗം കൂടെ ആയി മാറുന്നുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സർ. വളരെ വളരെ എന്താ പറയാ എന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ട്രെയിനിങ് ആയിട്ട് മാറി. എനിക്ക് ഒന്നും പറയല്ല. കാരണം എന്താണെന്ന് അറിയാം, അവരൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മളൊക്കെ അവരെന്തോ വലുതായിട്ട് കണ്ട പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അതേപോലെ തന്നെയാണ് നമ്മളും. അപ്പൊ എന്ത് നമ്മളൊരു ഒരു ചിത്രം വരച്ച് നമ്മൾ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തും നന്നായിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവരുടെ സപ്പോർട്ട് അടുത്ത ചിത്രം നമ്മൾ നന്നാക്കാൻ എനിക്ക് തോന്നും. കാരണം നമ്മൾ ചിത്രം ഇട്ടിട്ട് ഭയങ്കര നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ചിത്രം വരക്കാനുള്ള മൂഡ് തന്നെ എനിക്ക്. പക്ഷെ ആ കമ്മ്യൂണിറ്റിന്റെ ഉള്ള ആളുകൾ വളരെ സപ്പോർട്ട്. ഇപ്പം സാറിന്റെ 10 വയസ്സായ കുട്ടി മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും വളരെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ. എല്ലാവരും എല്ലാ കാര്യങ്ങളും സംസാരിക്കും. വളരെ ഹാപ്പിയാണ്. ഞാൻ അന്ന് കല്യാണത്തിൽ വന്നപ്പോൾ ഭയങ്കര നമ്മൾ ഇതുവരെ കാണാത്ത ആളുകളാണ്. പക്ഷെ എത്രയോ വർഷം മുന്നേ പരിചയമുള്ള ഒരാളുകളായിട്ട് എനിക്ക് തോന്നുന്നു. മടിച്ചു നിൽക്കാൻ പാടില്ല. സാറിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ ഇത് എന്താ പറയുക പ്രൊമോഷൻ ആയിട്ട് പറയുന്നില്ല. സാറിന്റെ ക്ലാസ് കിട്ടിയവർക്ക് ഭാഗ്യം. എല്ലാരും വിചാരിക്കും എന്താ പറയാ സാറിന്റെ പ്രൊമോഷന് വേണ്ടി പറയും. അല്ല, നമ്മളെ ലൈഫ് ശരിക്കും നമ്മള് വിചാരിക്കണ പോലെ അല്ല കേട്ടോ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാൻ ശരിക്കും അനുഭവിച്ച ഒരാളാണ്. എന്റെ എന്താ പറയാ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നാട്ടിൽ മാത്രമല്ല, എന്റെ സ്വഭാവത്തിലായാലും എന്റെ ജീവിതത്തിലായാലും ഞാൻ ഇപ്പൊ ഏതൊരു കാര്യം പോസിറ്റീവ് ആയിട്ട്. മറ്റത് എനിക്ക് എന്താ പറയാ നെഗറ്റീവ് വരുന്ന ആദ്യം ഒന്നും കാര്യം. എന്തൊരു കാര്യം ചെയ്യാൻ തോന്നുന്നു നെഗറ്റീവ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ മാത്രമല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നത്. അത് സാറിന്റെ ക്ലാസ്സിന്റെ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ചിത്രമാണ്. മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു നല്ല എന്താ പറയാ എല്ലാരും പറയാ റിയലിസ്റ്റിക്. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താണെന്ന് ചോദിക്കും. അതുപോലുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത് എന്ത് ചിത്രമായിരിക്കും അത്? ഒരു പോർട്രേറ്റ് തന്നെ. ആരുടെ? അതിന്റെ പല പറഞ്ഞു. മരിച്ച് എനിക്ക് ഒപ്പം മരിച്ച് ഒരു 15 വർഷത്തോളം. പക്ഷെ എന്താ പറയാ നമ്മളെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ എന്താ പറയാ നഷ്ടമായിട്ട് തോന്നുന്നു. ഇത്രയും നല്ല ലൈഫ് എനിക്ക് കിട്ടിയത് ഒപ്പാന്റെ മകനായിട്ട് തന്നെയാണ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇപ്പോൾ അബ്ബാസ് ഉണ്ട്. കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് അബ്ബാസ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ആ ഒരു യാത്രയെ കുറിച്ച് പറഞ്ഞേക്കാൾ മുൻപായിട്ട് എനിക്കും അബ്ബാസ് തമ്മിലുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് അബ്ബാസിനെ കാണുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ വീക്കിലി മീറ്റിംഗിലാണ്. ഇപ്പൊ ഒരു മകളുടെ ചിത്രം വരയ്ക്കാനായിട്ട് ശ്രമിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു വീക്കിലി മീറ്റിംഗ് ഞാൻ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഞാൻ റിയൽ ആയിട്ട് കണ്ടു. ഞാനിപ്പോൾ എടുത്ത് ഷെയർ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ കുറച്ചു നേരം മീറ്റിംഗിൽ കയറുമ്പോൾ അബ്ബാസിന്റെ കുറെ ചിത്രങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. ഇതൊക്കെ കോഴ്സിൽ വരുന്നതിന് മുൻപോ കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്തൊക്കെ വരച്ച ഒരുപാട് ചിത്രങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ബേഡ്സിനെ വരച്ച് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം പതിയെ 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 ഷെയ്ഡിങ് ചെയ്യാനും പിന്നെ ഫേസുകളൊക്കെ വരച്ച് നോക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതും നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ലേണിംഗ് സ്റ്റേജിലുള്ള കുറേ ചിത്രങ്ങളാണ്. അപ്പോൾ നോക്കിയ സമയത്ത് ഫേസിൽ ചെറിയ ഷേപ്പ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്ത് വന്ന സമയത്ത് മുകളിലെ ചിത്രം പറയുന്ന മുകളിലെ ചിത്രം സമയമെടുത്ത് കൃത്യമായിട്ടുള്ള എഫേർട്ട് എടുത്ത് കൃത്യമായിട്ടുള്ള മെത്തേഡ് ആൻഡ് ടെക്നിക്സ് പഠിച്ച് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. അതിനുശേഷം ബാക്ക് ടു ബാക്ക് ഒരുപാട് ചിത്രങ്ങൾ വരച്ചത് ഞാൻ കണ്ടായിരുന്നു.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ എൻ്റെ മാരേജിന് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ നല്ല ഒരുപാട് ഓർമ്മകളുണ്ട്. കൂടാതെ ഈ പറയുന്ന ഒരു ജേണി, നമ്മുടെ ആർട്ട് ഇമ്പ്രൂവ് ആകുന്ന ഒരു ജേണി ഉണ്ടല്ലോ. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഫേഷ്യൽ ഫീച്ചേഴ്സ് നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്, ഫേസിലെ എക്സ്പ്രഷൻസ് നല്ല നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്, ഷെയ്ഡിങ് ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ചിത്രം ഞാൻ കണ്ടു. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബൊക്കെ എഫക്റ്റും ഹെയറിന്റെ ഷെയ്ഡിങ്ങും, ആ പേപ്പർ ഇത്തിരി റഫ് പേപ്പർ ആണ്, ഒരു ടെക്സ്ചർ ഉണ്ട്, എന്നിരുന്നാൽ കൂടി അതിനൊക്കെ കവർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ചിത്രങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു ജേണി എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയതിൽ. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു യാത്ര എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു? സാറിന്റെ ക്ലാസ് എനിക്ക് എന്താ പറയാ, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് പോയത്. മറ്റേ ഓഫ്ലൈനിൽ പോയിട്ടില്ല ഇതുവരെ. ഉം. പക്ഷെ സാറിന്റെ ക്ലാസ്സിലാണ് എനിക്ക് എന്താ പറയാ, ഫസ്റ്റ് ഇങ്ങനെ ഞാനൊരു ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടു. അങ്ങനെ ഞാൻ സാറിനെ പേഴ്സണലി വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ എന്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, സത്യം പറയാനും. സാറിന് കോണ്ടാക്ട് ചെയ്തപ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ഞാന് പെട്ടെന്ന് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മകളെ ഒരു ചിത്രം സാറിന് ഞാൻ കാണിച്ചു തരാം. ഉം. ഇപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ട് പേജിലാണ് ഇത് വരച്ചിട്ടുള്ളത്. ഇത് ഓക്കെ. കാണാൻ കാണുന്നു സാറേ. കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ ചിത്രം ഇത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ എല്ലാ ചിത്രവും വരയ്ക്കുന്നത്. കാരണം ഞാൻ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഈ ചിത്രം കാണുമ്പോൾ സാറ് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഇതെന്താ, എനിക്ക് ശരിക്കും ഇത് പറിച്ച് മാറ്റാൻ പറ്റും. കാരണം ഞാനൊരു എന്താ പറയാ, ഇപ്പൊ കുറച്ചൊരു ഇമ്പ്രൂവ്, ചെറുതായിട്ടൊരു ഇമ്പ്രൂവ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി എനിക്കിത് മാറ്റാൻ പറ്റും. ഞാനിത് മാറ്റില്ല. കാരണം ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ചിത്രം കണ്ടത്. ഫസ്റ്റ് ഞാൻ ഈ ചിത്രം നോക്കിയിട്ടാണ് ഞാൻ പിന്നീട് ചിത്രം വരക്കാൻ നോക്കി. അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ ചിത്രം എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചിട്ട് ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഒരാളെ ഇതിനാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ ഉണ്ട്. എന്താ അത്ര വലിയ അത്യാവശ്യം? ഞാൻ പറഞ്ഞു എന്റെ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാണ് പൈസ വാങ്ങിയിട്ട് ഞാൻ സാറിന്റെ കോഴ്സിൽ അന്ന് തന്നെ ചേർന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഗൂഗിൾ മീറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ സാറിന് കാണിച്ചത്. അപ്പൊ സാറിനോട് പറഞ്ഞു ശരിയാവും, ഇത്രയും നന്നായിട്ട് വരയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാവും. അപ്പൊ ഞാൻ സാറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഈ ചിത്രം ഫുള്ളാക്കിയിട്ടില്ല എന്നുള്ളതുപോലെ എന്റെ മകളെ വേറെ ചിത്രങ്ങൾ വരച്ചിട്ട് സാറിന് കാണിച്ചു. അങ്ങനെയാണ് ഞാൻ വേറെ ചിത്രങ്ങൾ സാറിന് കാണിച്ച ആ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ട് എത്ര എനിക്ക് എന്താണ് ഈ ചിത്രം ഞാൻ വരക്കുമ്പോ എന്താണ് ഷെയ്ഡിങ് എന്ന് പോലും അറിയാം. സത്യം പറയാം, കുറെ ആളുകൾ വരയ്ക്കുന്നുണ്ട്. അല്ലെ, ഷെയ്ഡിങ്ങിൽ തന്നെ പലതരം ഷെയ്ഡിങ് ഉണ്ട്. ഹാച്ചിങ് ഉണ്ട്, ക്രോസിങ് ഉണ്ട്, സ്മെഡ്ജിങ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലായത് പിന്നീട് സാർ. അത് മാത്രല്ല, സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് നമ്മള് വെറൊരു ചിത്രം വര മാത്രമല്ല സാറിന്റെ ക്ലാസ്സിൽ എന്താ പറയാ, കൃത്യമായ ഒരു ലേണിംഗ്. എത്ര സമയത്ത് എണീക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും, ടൈം ടേബിൾ. സത്യം പറയുകയാണെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. രാവിലെ എപ്പോൾ നീക്കണം, ഞാൻ എപ്പോഴാണ് വളർന്ന ആ സമയത്ത് ഞാൻ എണീക്കും. ഞാൻ അപ്പൊ പോയിട്ട് ചിലപ്പോ പെട്ടെന്ന് നീക്കുന്ന സമയത്ത് 8:30 ആയിട്ടുണ്ടാവും. അപ്പൊ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് ഇട്ട് ചിലപ്പോ ചായ ഒന്നും കുടിക്കാൻ സമയം ഉണ്ടാവില്ല, വേഗം കടയിൽ ഓടലേ. ഒരു നമുക്ക് ഒരു എന്താ പറയാ, ഒരു അച്ചടക്കമില്ലാത്തൊരു ഇതായിരുന്നു. പിന്നീടാണ് സാറെ ക്ലാസ്സിൽ വന്ന് അതിന് ശേഷം നമുക്ക് കൃത്യമായ ഒരു സമയം എണീക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തി. പിന്നെ നമ്മൾ വരക്കാനൊരു സമയം കണ്ടെത്തി. എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തി. ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ സത്യം പറയാമെന്നുള്ളത് വൈഫിന് വരെ ഭയങ്കര സന്തോഷമായി. കാരണം ഒരു എന്താ പറയാ, ഒരു കൃത്യമായ ഒരു സമയങ്ങളൊക്കെ കിട്ടി എല്ലാ കാര്യങ്ങളും. നമുക്ക് എല്ലാ കാര്യം ഇപ്പൊ ഞാനിപ്പോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എണീക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എന്റെ ശമ്പളം വരെ ഞാൻ കൃത്യമായിട്ട് ഇന്നത് പോലെ ചെയ്യണം ഒരു ടൈം ടേബിൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മള് ലോണിന് ഇത്ര കൊടുക്കും,
നമ്മള് ചെലവിന് ഇത്ര എടുക്കും. കാരണം നമുക്ക് ശമ്പളമാണ്, ശമ്പളം നമുക്ക് കൃത്യമായിട്ട് ഇത്ര കിട്ടുള്ളൂ എന്നുള്ള നല്ല ഉറപ്പുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെ ചെലവാക്കണം എന്ന് വരെ നമ്മൾ ഇത്. അപ്പോ ഇതൊരു ആർട്ട് സ്കൂളായിട്ട് മാത്രമല്ല, നമ്മളെ ലൈഫിനെ തന്നെ മാറ്റിയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അത് മാത്രമല്ല, സാറിന്റെ ആത്മാർത്ഥമായ ഒരു ഇത്, സാർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്രയും ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ അവരൊക്കെ വരച്ചിരുന്ന ആളുകളൊക്കെ നമ്മളെപ്പോലെ തന്നെ ലോ ആയിരുന്നു. പക്ഷെ അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി. സാർ എന്ത് ഇങ്ങോട്ട് തരുന്നോ അതേപോലെ സാറിന് അങ്ങോട്ടും തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറയാ, ഞാൻ ഹാപ്പിയാണ്. ഇപ്പോ സാറിന്റെ മുന്നിൽ ഇരിക്കുമ്പോ എനിക്ക് എന്താ പറയാ, ഞാന് കുറെ ദിവസമായിട്ട് എല്ലാവരും എന്നോട് പറയും കൊടുത്തു 1-1 കൊടുത്തു, പക്ഷെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ കൊടുത്തു. എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്തിട്ടാണല്ലോ എന്ന് സാറിന് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ എന്താ പറയാ, ഇപ്പോ കമ്മീഷൻ വർക്ക് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ആ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞു. ഫസ്റ്റ് ടൈം കമ്മീഷൻ വർക്ക് ചെയ്യുന്നതാണ് ആർട്ടിലല്ലേ? അതെ, ഫസ്റ്റ് ടൈം ആണ് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം കമ്മീഷൻ വർക്കാണ്. അപ്പോ ഞാൻ എന്താ പറയാ, ഇപ്പൊ ലാസ്റ്റ് വരച്ച ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയൻ വരച്ചത് എനിക്ക് കോൺഫിഡൻസ് ഒക്കെ, ഞാൻ ഈ ചിത്രം കാണിച്ചു കൊടുത്തു. ഓ ഇത്ര മതി, എനിക്ക് ഇത്ര മതി, ഇത്ര ഇതിനുള്ള. അപ്പൊ പറഞ്ഞു ഇതിന്റെ റേറ്റ് ലക്ഷം കൂടുതലാണ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ റേറ്റ് എത്ര പറയാം. അപ്പൊ എന്റെ എമൗണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു കൂടുതലാണ് കുഴപ്പമില്ല, പക്ഷെ ഈ വരച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് എടുത്തിട്ട് വേണമല്ലോ സാറിനെ കാണാൻ. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു കമ്മീഷൻ വർക്ക് കിട്ടി, വളരെ വലിയ വലിയ താങ്ക്സ് ഉണ്ട്. ഇനി എന്താ പറയാ, ഇതേപോലെ തന്നെ കമ്മീഷൻ വർക്ക് എടുക്കണം തന്നെയാണ്. ഞാന് ശരിക്കും ഞാൻ അക്രലിക് പെയിന്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനെ എന്താ പറയാ പോർട്രേറ്റ് വരക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൻസിലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അക്രലിക്കിലൊക്കെ ഇങ്ങനെ പക്ഷെ അതും പെർഫെക്റ്റ് അല്ല എങ്കിൽ കൂടിയിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യും. ശരിക്കും സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നതിന്റെ ശേഷമാണ് ഞാൻ പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പോർട്രേറ്റിലാണ് ഞാൻ ഫുൾ ടൈം കണ്ടിട്ടുള്ളത്. കാരണം നമുക്കൊരു വരുമാന മാർഗം കൂടെ ആയി മാറുന്നുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സർ. വളരെ വളരെ എന്താ പറയാ, എന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ട്രെയിനിങ് ആയിട്ട് മാറി. യെസ്, താങ്ക് യു. എനിക്ക് കിട്ടിയൊരു ലേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീക്ക്ലി മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് പലരുടെയും പ്രശ്നം സ്കിൽ സെറ്റ് അല്ല, പലരുടെയും പ്രശ്നം മൈൻഡ് സെറ്റാണ്. അബ്ബാസ് എൻ്റെ അടുത്ത് ആ ചിത്രം ആദ്യമായിട്ട് കാണിക്കുന്ന സമയത്ത് എനിക്കറിയാം അബ്ബാസിന് അത് തീർച്ചയായിട്ടും വരച്ച് കംപ്ലീറ്റ് ആക്കും പറ്റും, ആ സ്കില്ല് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പിന്നെ കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് മെത്തേഡും ടെക്നിക്കും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷേ അവിടെ എന്തോ ഒരു മൈൻഡ് സെറ്റ് പ്രോബ്ലം ആയിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അത് നമ്മൾ വീക്കിലി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് വഴിയും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകുന്ന വഴിയും നമ്മളറിയാതെ തന്നെ ആ മൈൻഡ് സെറ്റ് ബ്ലോക്ക് മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ നോക്കി അറിയാമല്ലോ, ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സഹ്റാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻറ് വീട്ടിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും ആ ഒരു മൈൻഡ് സെറ്റിന്റെയാണ്. അവർക്ക് പഠിപ്പിക്കാനുള്ള സ്കില്ല് ഉണ്ടോ ഇല്ലെന്നൊന്നല്ല ചോദ്യം, അവർക്ക് അത് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഒരു കാര്യം പറയാം, സാറിന്റെ കല്യാണത്തിന് അവർ വന്നിരുന്നു. യെസ്. അപ്പൊ അവർക്ക് സത്യം പറയാണെങ്കിൽ സാറിന്റെ മുന്നിൽ ആ ചിത്രം കാണിക്കാൻ മടിയായി. അപ്പൊ ഞാൻ പറഞ്ഞു കാണിക്കും, എന്നോട് നന്നായിട്ടില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് അവരെ ഞാൻ പറഞ്ഞു കാണിക്കണം, നമ്മളെ തെറ്റെന്തെങ്കിലും. ഇപ്പൊ അവരെ ഇമ്പ്രൂവ്മെന്റ് എന്തായിട്ടുള്ള ഒരു നമ്മളെക്കാളൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അവര് സ്വന്തമായിട്ട് ആർട്ട് സ്കൂൾ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാണ് തോന്നി. കാരണം അങ്ങനെ നിന്നിരുന്ന ഒരാളാണ്. എന്താ പറയാ, അവർക്ക് പേടിയായി ഒരു ഫോട്ടോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വരെ, വരച്ച ചിത്രം കാണിക്കാൻ വരെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു സാറിന്റെ ഡെഡിക്കേഷൻ തന്നെയായിരുന്നു. സാറിന്റെ അടുത്തേക്ക് ഒരു എന്താ പൂ ചോദിച്ചാൽ പൂക്കാലം തന്നെ സാറാകുമ്പോ പൊതുവെ എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ഡൗട്ട് തോന്നി സാറോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഡെഡിക്കേഷൻ മാത്രമല്ല, കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും കൂടി. കാരണം എനിക്കറിയാം അബ്ബാസ് കമ്മ്യൂണിറ്റിയിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്.
നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച്, ഓ അബ്ബാസിന്റെ അത് ഫ്രണ്ട്സിനെ കുറിച്ച്? ഉം ഭയങ്കര അമേസിങ്. എനിക്കൊന്നും പറയല്ലേ. കാരണം എന്താണെന്ന് അറിയോ, അവരൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മളൊക്കെ അവരെന്തോ വലുതായിട്ട് കണ്ട പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അതേപോലെ തന്നെയാണ് നമ്മളും. അപ്പൊ നമ്മളൊരു ചിത്രം വരച്ച് നമ്മൾ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊന്നും നന്നായിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവരുടെ സപ്പോർട്ട്, അടുത്ത ചിത്രം നമ്മൾ നന്നാക്കാൻ എനിക്ക് തോന്നി. കാരണം നമ്മൾ ചിത്രം ഇട്ടിട്ട് ഭയങ്കര നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ചിത്രം വരക്കാനുള്ള മൂഡ് തന്നെ എനിക്ക്. പക്ഷെ ആ കമ്മ്യൂണിറ്റിന്റെ ഉള്ള ആളുകൾ വളരെ സപ്പോർട്ട്. ഇപ്പൊ സാറിന്റെ 10 വയസ്സായ കുട്ടി മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും വളരെ എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ. എല്ലാവരും എല്ലാ കാര്യങ്ങളും സംസാരിക്കും. വളരെ ഹാപ്പിയാണ്. ഞാൻ അന്ന് കല്യാണത്തിൽ വന്നപ്പോൾ ഭയങ്കര, നമ്മൾ ഇതുവരെ കാണാത്ത ആളുകളാണ്. പക്ഷെ എത്രയോ വർഷം മുന്നേ പരിചയമുള്ള ഒരാളുകളായിട്ട് എനിക്ക് തോന്നി. യെസ്. എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാൻ ഒരുപാട് പേരെ നേരിട്ട് ആ സമയത്താണ് കാണുന്നത്. അറിയാലോ, എന്റെ ഇമോഷൻ അതെ അതെ. എന്താന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന പോലെ അതും ആ ഒരു ഇവന്റ് കഴിഞ്ഞിട്ടും അതിന്റെ ഓളം മാറാതെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിരുന്നതും, പിന്നെ ഇപ്പൊ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണെങ്കിലും, അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എന്റെ എഫേർട്ട് ഒരുപാട് കുറയ്ക്കുന്നുണ്ട് ആക്ച്വലി ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ ഞാൻ വീക്കിലി മീറ്റിംഗിലാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷെ ബാക്ക് ടു ദ കമ്മ്യൂണിറ്റിയിൽ അത് വർക്ക് ചെയ്ത് കാണുമ്പോഴാണ് അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അബ്ബാസ് സാറിനെ ചെറുപ്പത്തിൽ ചേർത്ത് നിർത്താൻ വരയ്ക്കായിരുന്നോ? ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ വരയ്ക്കായിരുന്നു. വരക്കും. ചെറുപ്പത്തിൽ വരക്കും. ഉം. ഞാൻ പറഞ്ഞില്ലേ, ഒരു അന്നത്തെ കാർട്ടൂണായിരുന്നു വരച്ചിരുന്നത്. ഒരു എന്താ പറയാ, ഒറ്റക്കണ്ണൻ ചൊക്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഉം. കണ്ണിന്റെ അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയൊക്കെ വരച്ചിരുന്നു. പിന്നെ ജീപ്പ്, കാറൊക്കെ, അതൊക്കെ ഇങ്ങനെയൊക്കെ വരച്ചിരുന്നു ക്ലാസ്സിലൊക്കെ. അപ്പൊ പിന്നെ എന്താ പറയാ, സാറിന്റെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേ വരെ അത്രയും രാജകീയമായിട്ടുള്ളൊരു സെറ്റപ്പിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. സാറിന്റെ കൂടെ അന്ന് കഴിക്കാൻ പറ്റി. അതൊരു എന്താ പറയാ, പറയാൻ വാക്കില്ല സാർ. എന്താ പറയാ, നമുക്കൊരു മിഡിൽ ഫാമിലിയാണ്. നമുക്കൊന്നും ആ റേഞ്ചിൽ ഇപ്പം വന്നിട്ട് പറ്റാത്ത കാര്യങ്ങളാണ് സാറിന്റെ ചേർത്ത് പിടിക്കലും. എന്താ പറയാ, എന്റെ ബ്രദറിന്റെ കല്യാണത്തിൽ, നമുക്ക് ബ്രദറിന്റെ കല്യാണത്തിന് കൂടിയാലാണ് നമുക്ക് അത്രയും ഹാപ്പി ഉണ്ടാവും. സാറിന്റെ സോറി സാറിന്റെ കല്യാണത്തിന് അന്ന് നന്നായിരുന്നു സാർ. അങ്ങനൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സ് വേണം. ഒരു ആ. വീക്കിലി മീറ്റിംഗില് സാറിനോട് ഒരു അമ്മ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇമോഷണലി ആ സമയത്ത് എനിക്ക് അമ്മ അമ്മക്ക് വലിയൊരു അസുഖമാണെന്ന് അമ്മ പറഞ്ഞു. സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം അമ്മക്ക് ആ മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് മൈൻഡ് അമ്മക്ക് പോയി എന്ന് പറയുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നി. നമ്മളെ കൊണ്ട് ഒരാൾക്ക് അത് അത്രയും വലിയ അസുഖമല്ലേ, അതിനൊക്കെ ഒരു മാറ്റം സാറിന്റെ ക്ലാസ് കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡ്രോയിങ് ക്ലാസ് ആയിട്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു. ഇത് എന്താ പറയാ, പറയാൻ പറ്റില്ല. അത്രയും ഇതെന്തോ സാറ് ആ. ചില സമയത്ത് മകനായിട്ടും ബ്രദറായിട്ടും ഇതായിട്ട് മാറുന്നുണ്ട്. എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഇതിൽ പറയാം കേട്ടോ. ഞാൻ ശരിക്കും വളരെ സീറോ എന്നാണ് ആർട്ട് ഫീൽഡിലോട്ട് വന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബിഗിനർ ആർട്ടിസ്റ്റിനെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഞാനും ആ സ്റ്റേജിൽ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്, എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ഇല്ലാതിരുന്നു. വീട്ടിൽ നിന്ന് പോലും ആണെങ്കിൽ പോലും ഒരു പരിധിയപ്പുറം ആർട്ട് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സിലോട്ട് വന്ന സമയത്താണെങ്കിൽ, വീക്ക്ലി മീറ്റിംഗിൽ ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ ഈ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പല പല അസുഖങ്ങൾ കാരണം അവർക്കൊക്കെ ആർട്ട് എന്ന് പറയുന്നത് പടം വരയ്ക്കുന്ന പ്രോസസ്സ് മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള ഒരു വെളിച്ചം കൂടിയാണ്.
അപ്പൊ ഞാൻ എപ്പോഴും നോക്കുന്നത് അവരെ ഒരു പോയിന്റിൽ തളച്ചിടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അബ്ബാസ് ഇപ്പൊ ചിത്രം വരയ്ക്കാം, മോളുടെ ചിത്രം കംപ്ലീറ്റ് ആക്കാൻ വന്ന ഒരാള് ഇപ്പൊ വേറൊരാൾക്ക് കമ്മീഷൻ വർക്ക് ചെയ്തു കൊടുക്കുന്ന ലെവലിലേക്ക് വളർന്നെങ്കിൽ അത് അബ്ബാസിനെ ഞങ്ങൾ ആരും തളച്ചിടാത്തോണ്ടാണ്. ശരിക്കും അത് ശരി. പല ആർട്ട് ക്ലാസ്സിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സ്പെസിഫിക് സിലബസ് പഠിപ്പിക്കും, അത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും പേ ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ ഒരു ലൈഫ് ടൈം ലേണിംഗ് ഉദ്ദേശിക്കുന്നത് ആ ലൈഫ് ടൈം കൊണ്ട് നമുക്ക് ആർട്ടിലൂടെ നേടാൻ എന്തൊക്കെ പറ്റുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് നേടാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ഹയസ്റ്റിലോട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാന്നുള്ളതാണ് എന്റെയും പ്ലാൻ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ ലൈഫിൽ ഹാപ്പിനെസ്സും കൂടി കിട്ടുക എന്നുള്ളതാണ് അതിന്റെ. പടം വരയ്ക്കൽ മാത്രമല്ല, പടം വരപ്പിക്കാൻ ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരാളുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മാറ്റാൻ ആണ് ടാസ്ക്. ആ ടാസ്ക് ആണ് നമ്മളിവിടെ, ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ബസിന്റെ ആർട്ട് നോക്കുന്ന സമയത്ത് ആർട്ട് വർക്ക് ഞാൻ റിവ്യൂ ചെയ്തു തരാം. ആർട്ട് നോക്കുന്ന സമയത്ത് ഗ്രാജുവൽ ആയിട്ടുള്ള നല്ല ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം പോർട്രേറ്റിലാണ്. പോർട്രേറ്റ് ആണ് വരയ്ക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ലോ. പോർട്രേറ്റിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു. ഇപ്പൊ കമ്മീഷൻ വർക്ക്, പിന്നെ ആൾക്കാരുടെ ഫേസ് ഒക്കെ നോക്കി ചായ കറക്റ്റ് ആയിട്ട് നോക്കി വരയ്ക്കാൻ പറ്റുന്നുണ്ട്. കമ്മീഷൻ വർക്ക് എടുത്തെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് എനിക്ക് തോന്നുന്നു ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ടൈമായി എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെ ടൂളാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഞാന് ഒരു ഗ്രാഫിക് പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. സാർ അന്ന് ഇപ്പൊ കമ്മീഷൻ വർക്ക് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഞാനിത് വാങ്ങിച്ചത്. യെസ് യെസ്, കറക്റ്റ്. ഇത് പിന്നെ ഒരു ബ്രഷിന്റെ ഒരു ബ്രഷ് ബ്ലെൻഡ് ചെയ്യാനല്ലേ? ബ്ലെൻഡ് ചെയ്യാൻ ബ്ലെൻഡിങ് ഒക്കെ സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ ഏതാ യൂസ് ചെയ്യുന്നത്? പേപ്പറിൽ ഞാൻ അക്കാദമിയ. അതുമ്മ മീഡിയം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഡ്രോയിങ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഡ്രോയിങ് അതാണോ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ചിത്രം? ആ പേപ്പറിലാണോ വരച്ചിരിക്കുന്നത്? ഓക്കെ. ഇപ്പൊ ഞാൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത് ഇതിലുണ്ട്. അത് അതിന്റെ സർഫസ് ഇങ്ങനെ ഒരുപാട് സ്മൂത്ത് ആണോ? അതൊന്ന് ക്ലോസിൽ കാണിച്ചു തരുമോ വരച്ച ചിത്രം? യെസ്, കുഴപ്പമില്ല, നല്ല പേപ്പറാ. കമ്മീഷൻ വർക്കിന്റെ വീക്കിലി മീറ്റിംഗ് കണ്ടായിരുന്നോ? കമ്മീഷൻ വർക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീക്കിലി മീറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, എനിക്കൊരു മീറ്റിംഗ് മിസ്സായിരുന്നു സാറ്. ആ, അതിന്റെ റെക്കോർഡിംഗ് ഒന്ന് കണ്ടു നോക്കിയോളൂ. അതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ബ്ലെൻഡിങ് സ്റ്റംപ് ഞാൻ ആദ്യം യൂസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഭയങ്കര റഫായിട്ട് ചെയ്തപ്പോൾ പേപ്പർ പെട്ടെന്ന് കടന്നു പോകുന്ന പോലെ. അതിനുശേഷം ഇപ്പൊ ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. ബ്രഷ് കൊണ്ട് സ്മൂത്തായിട്ട് ചെയ്യാൻ പറഞ്ഞു. എനിക്കൊന്ന് പേപ്പർ ഐവറി ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? പേപ്പർ ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഐവറി ഷീറ്റ് ആയിരുന്നു. ഇതായിരുന്നു. ഓക്കെ ഓക്കെ. ഐവറി ഷീറ്റ് നമുക്ക് സിംഗിൾ ഷീറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഓഡി എന്നൊക്കെ പറയുന്ന ബ്രാൻഡിന്റെ സിംഗിൾ ഷീറ്റ് വാങ്ങാൻ കിട്ടും. കുറെ കൂടി സ്മൂത്ത് ആണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കുറച്ചും കൂടി ഡിഫറെന്റ് ഉണ്ട്. അത് ഇത്തിരി കൂടി കട്ടി കൂടുതലായിരിക്കും, കുറെ കൂടി സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ബുക്കായിട്ട് വരുന്നത് പലപ്പോഴും ഞാനും ഐവറി ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലൂസായിട്ട് കിട്ടുന്ന ആ പർട്ടിക്കുലർ പേപ്പറിന്റെ ക്വാളിറ്റി കണ്ടിട്ടില്ല. പിന്നെ അതൊന്ന് യൂസ് ചെയ്ത് നോക്കി. പൊതുവെ ഇതിന് ഇപ്പൊ മലപ്പുറം തിരൂര് പൊതുവെ ആർട്ട്പരമായിട്ടുള്ള സാധനങ്ങൾ കുറവാണ്. പിന്നെ ഓൺലൈൻ വഴി ഇപ്പൊ ഓൺലൈൻ വഴിയാണ്. പിന്നെ എറണാകുളം അടക്കം പോകുന്ന സമയത്തൊക്കെ പർച്ചേസ് ചെയ്യുന്നല്ലാണ്ട് നമുക്ക് ഇവിടെ കിട്ടാനും ഇപ്പൊ പെൻസിലൊക്കെ ഞാൻ ഓൺലൈൻ വഴി.
ബസ് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ക്യാൻവ ലാപ്ടോപ്പ് ഉണ്ടോ കയ്യില്? ഇല്ല ഇല്ല ഇല്ല, എന്റെ കയ്യിൽ മൊബൈൽ മാത്രം. ഓക്കെ ഓക്കെ. മൊബൈലിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ ഈ പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, കമ്മീഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് റെഫറൻസ് പിക്ചറായിട്ട് പല രീതിയിൽ നമുക്ക് ഒത്തു നോക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. സാമ്പിൾ കാണിച്ചു തരാം. കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിച്ചു തരാം. മൊബൈലാണെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ക്യാൻവയാണ് എടുത്തിരിക്കുന്നത്. canva.com പോയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ വരച്ചൊരു ചിത്രം വിചാരിക്കും. നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്തു, നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് കൊണ്ടുവന്നു, ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അതിനുശേഷം ചെയ്യേണ്ട കാര്യം ഇതിന്റെ റെഫറൻസ് പിക്ചറും സൈഡിൽ ഇങ്ങനെ വെക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ അത് ഫ്ലിപ്പ് ചെയ്തും കമ്പയർ ചെയ്യാൻ പറ്റണം. മനസ്സിലാകുന്നുണ്ടോ? തലകുത്തി പിടിച്ചും. അപ്പോൾ ഇങ്ങനെ ഫ്ലിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കാണാൻ പറ്റാത്ത ചില ഏരിയാസ് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വേറെയും എക്സ്ട്രാ കുറേ മെത്തേഡ് ഉണ്ട്. നമുക്ക് എഡിറ്റ് കൊടുത്തിട്ട് അതിന്റെ സാച്ചുറേഷൻ ഒക്കെ മാറ്റി ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി, ഇപ്പം ഇതിന്റെ രണ്ടിന്റെ ബ്രൈറ്റ്നസ് 100-ലാക്കി ഫുൾ ബ്രൈറ്റ്നസ്. അപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോഴും ഈക്വൽ ആയിട്ട് വരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ എഡിറ്റിംഗ് ഒക്കെ മൊബൈലിലൊക്കെ ഉള്ള അത് സോഫ്റ്റ്വെയർസ് മൊബൈലിലുള്ള ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മൊബൈലിൽ എനിക്ക് തോന്നുന്നു മൊബൈലിൽ എന്താ സോഫ്റ്റ്വെയർ ഉള്ളത് ഇതുപോലത്തെ പിക്സാർട്ട്, PICSART, പിക്സാർട്ട്. പിക്സാർട്ടിന്റെ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ കിട്ടും. പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്യുക, ട്യൂട്ടോറിയൽ കാണാം, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റെഫറൻസ് പിക്ചർ എടുത്തിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഡാർക്ക് ആക്കണം എന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്ക് തോന്നുകയാണ്, വേറെ എക്സാമ്പിൾ എടുത്തരാം. യെസ്, ഇത് നമ്മളൊരു ചെറിയ ചിത്രമാണെങ്കിൽ ഈ കുട്ടിയുടെ തല അല്ലെങ്കിൽ ഹെയർ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. റെഫറൻസ് പിക്ചറിൽ ഡാർക്ക് ഇല്ല, നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ ഡാർക്ക് ആക്കണം എന്നൊരു ഐഡിയ നമുക്ക് വരികയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ചിത്രത്തിൽ ചെയ്യാതെ നമുക്ക് എഡിറ്ററിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് മാത്രം ഡാർക്കാക്കി നോക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ആ തല മാത്രം എടുത്ത് അത് മാത്രം ഒന്ന് കോൺട്രാസ്റ്റ് കൂട്ടി, കണ്ടോ? ബ്രൈറ്റ്നസ് കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുന്നത് നമുക്കറിയാൻ പറ്റും എന്തായിരിക്കും അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അബ്ബാസിന്റെ ഇപ്പോഴുള്ള ഡ്രോയിങ്ങിൽ നിന്നും കുറെ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ കണ്ടോ? അപ്പൊ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയിട്ട് അവിടുത്തെ ഷാഡോ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യണോ വേണ്ടെന്നൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്തത് കറക്റ്റ് ആണ്. അതാ ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് പെൻസിൽ നല്ലതാ. പിന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, ബ്രഷുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അടുത്തത് നെക്സ്റ്റ് ഉള്ളത് നോട്ട് ചെയ്ത് വെച്ചു. അടുത്തത് ചാർക്കോൾ പെൻസിലാണ് നമുക്ക് എടുക്കാനുള്ളത്. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പോർട്രേറ്റിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ? കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളർ കണ്ടില്ലേ? അത് ഒരു ഗ്രേഷ്, ചിലപ്പോൾ ഫോട്ടോ എടുത്തതിന്റെ ആയിരിക്കും. എന്നിരുന്നാൽ കൂടി ഗ്രാഫൈറ്റ് പെൻസിൽ കൊണ്ട് ആ ബ്ലാക്ക് കളർ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എത്ര ശ്രമിച്ചാലും ഒരു ഗ്രേ ടോണിൽ അത് നിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഡ്രോയിങ്ങിൽ ഭയങ്കരമായിട്ട് ഡെപ്ത് ഉള്ള ബ്ലാക്ക് കളേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ചാർക്കോൾ പെൻസിലാണ്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഗ്രാഫൈറ്റും ഏറ്റവും ബ്ലാക്ക് ഉള്ള ഭാഗങ്ങളിൽ ചാർക്കോളും. പക്ഷേ ഗ്രാഫൈറ്റിന്റെ മുകളിൽ ചാർക്കോൾ പിടിക്കില്ല. ചാർക്കോളുള്ള ഭാഗങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചാർക്കോൾ തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇത്രയും ഹെയർ ഗ്രാഫൈറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ചാർക്കോൾ അപ്ലൈ ചെയ്യുന്നതിൽ നടക്കില്ല. ബ്ലാക്ക് ഉള്ള ഭാഗങ്ങൾ നേരിട്ട് തന്നെ ചാർക്കോൾ അപ്ലൈ ചെയ്യുക. അപ്പൊ കുറെ കൂടി ഡെപ്ത് കിട്ടും. ഈ ഡാർക്ക് കളേഴ്സിന് ഇപ്പൊ ഇതിൽ കണ്ടോ, ഇതിന് നല്ല ഡെപ്ത് ഉണ്ട്. അപ്പൊ കുറെ കൂടി ഡെപ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനൊക്കെ ആണെങ്കിലും കുറെ കൂടി ഡെപ്ത് ബ്ലാക്ക് കളർ പോലെ ചാർക്കോൾ നമുക്ക് ആഡ് ചെയ്യാം. അത് നെക്സ്റ്റ് അപ്ഗ്രേഡിലോട്ട് നോക്കിയാൽ മതി. പിന്നെ ഈ പറയുന്ന പോലെ ബ്ലെൻഡിങ് സ്റ്റംപിന്റെ ആണ് ഈ ഷെയ്ഡ് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ അതല്ല പറഞ്ഞ പാച്ചസ് വരുന്ന പോലെ എന്ന് പറഞ്ഞത്. മനസ്സിലായി. ബ്ലെൻഡിങ് സ്റ്റംപിന്റെ ആണ്. അപ്പൊ അധികം അമർത്താതെ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്താൽ വരില്ല. പിന്നെ ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കുറെയൊക്കെ ആ ഇഷ്യൂ സോൾവ് ആയി കിട്ടും. പിന്നെ മാക്സിമം പെൻസിൽ ഉപയോഗിച്ചിട്ട് ഹാച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ വൺ ടൈം ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്.
ആക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ബ്രഷ് ബ്ലെൻഡ് ചെയ്യും. ഉം. സാർ അന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെ മറ്റേ അതെ അതെ വേറെ ചിത്രം വരച്ച യെസ്. വേറെ എന്തെങ്കിലും ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ ആർട്ട് റിലേറ്റഡ്? റിലേറ്റഡ് ആയിട്ടുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ മക്കളൊന്ന് പഠിപ്പിക്കണം. അപ്പൊ എങ്ങനെ നമ്മളിപ്പോ ക്ലാസ് വെച്ചത് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പ്രായമല്ല. ഒരാള് 8 വയസ്സും ഒരാള് 5 വയസ്സും. പക്ഷെ ഭയങ്കര അവർക്ക് വരക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ വരക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് മക അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരക്കുന്നുണ്ട്. പിന്നെ 5 വയസ്സായിട്ട് അപ്പൊ അവരെ എങ്ങനെ നമുക്കൊന്ന് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് പറയാം. അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമലി ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ 3.5-4 വയസ്സ് മുതലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്ന കാര്യം അവർക്ക് ആർട്ടിൽ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ നമ്മളെ മക്കളെ നമ്മൾ തന്നെ പഠിപ്പിക്കുകയാണെങ്കിലും അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് എപ്പോഴെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരണം. അതിനൊരു മെത്തേഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് കൂടി ഇരുത്തുക. അപ്പൊ അവരിങ്ങനെ പെൻസിൽ അല്പം എടുക്കും, അല്ലെങ്കിൽ കളർ പെൻസിൽ അല്പം എടുത്ത് നോക്കും, ചിലപ്പോൾ ഒരു പേപ്പർ തരാൻ പറയും, അപ്പൊ അത് കൊടുത്തേക്കുക. എന്നിട്ട് അവർ ചിലപ്പോൾ വരയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർ ആദ്യം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ വരച്ച് കാണിച്ചു കൂട്ടുന്നിരിക്കും. അതൊരു 3-4 ദിവസം, ചിലപ്പോൾ 1-2 ആഴ്ച അങ്ങനെ പോയെന്നിരിക്കും. അതങ്ങനെ പോട്ടെ. കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളടുത്ത് തന്നെ ചോദിക്കും, ഈ ഒരു പടം വരച്ചു തരുമോ, അല്ലെങ്കിൽ ഈ ഒരു പെൻസിൽ തരുമോ, ഈ പേപ്പർ എങ്ങനെ പിടിക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ പിള്ളേരായിട്ട് പറയുന്നത് 4-5 വയസ്സ് ആ ഒരു ടൈം, അതിൻ്റെ താഴെയുള്ള ടൈമിൽ. അപ്പൊ നമ്മൾ അതിന് അങ്ങനെ മാത്രം ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കുക. അതെ, ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഹെൽപ്പ് മാത്രം കൂടുതൽ പറയരുത്. അവർ ചോദിക്കുന്ന കാര്യത്തിനുള്ള ഹെൽപ്പ് മാത്രം. ചിലപ്പോൾ ഒരു പൂ വരച്ചു കൊടുക്കാനായിരിക്കും, പൂ മാത്രം വരച്ചു കൊടുക്കുക, അവർ കളർ ചെയ്തോട്ടെ. ചിലപ്പോൾ അവർ വരച്ചിട്ട് നമ്മൾ കളർ ചെയ്യാനായിരിക്കും. അപ്പം അങ്ങനെ ഒരു കൊളാബറേറ്റീവ് മെത്തേഡിൽ വേണം ആ ഒരു ഒരു 4-5 ആ ഒരു വയസ്സ് വരെ നമ്മൾ കൊണ്ടുപോകാനായിട്ട്. ഒരു 6-ാമത്തെ വയസ്സ് മുതലേ ഇവർക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ശരിക്കും 4 വയസ്സ് മുതലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും, ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട് കിഡ്സിനുള്ളത്. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 5-6 വയസ്സ് കഴിയുമ്പോഴേക്കും സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താണോ അത്. ഇപ്പോൾ അബ്ബാസിന് ഇഷ്ടം പോർട്രേറ്റ് ആണ് അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ വന്നപ്പോഴും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കുക പോർട്രേറ്റിന്റെ ക്ലാസ് തന്നെയാണ്. കുട്ടികൾക്ക് അതുപോലെ തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്. കുട്ടികളുടെ അടുത്ത് കുറേ അടുത്ത് പോയിരുന്ന് 1 by 1 ആയിട്ട് സംസാരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്ത് കാർട്ടൂണാണ് കാണുന്നത്, എന്ത് ഫുഡാണ് കഴിക്കുന്നത്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ കുറെ നമുക്ക് അവരുടെ തിരിച്ചിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിൽ അവരുടെ എക്സൈറ്റ്മെന്റ് കാണാൻ പറ്റും. ചിലർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഫുഡിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കേണ്ടായിരിക്കുക, ചിലർക്കൊരു പാർക്കിൽ പോയതിനെ കുറിച്ച്, ചിലർക്കൊരു സിനിമ കണ്ടതിനെ കുറിച്ച്, ചിലർക്കൊരു കാർട്ടൂണിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ അടുത്ത ക്ലാസ് വരുമ്പോൾ ഇവരിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ടോപ്പിക്ക് ഞാൻ പഠിപ്പിക്കും. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ കാർട്ടൂൺ ആണെങ്കിൽ പെപ്പ പിഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർട്ടൂണൊക്കെ ഉണ്ട്. ഞാനൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടാണ് ഞാനത് കണ്ടു തുടങ്ങി. അപ്പൊ കാർട്ടൂൺ കാണുന്നവർക്ക് വേണ്ടി അപ്പൊ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. അത് ഒരു 5-6 വയസ്സ് വരെ അങ്ങനെ പഠിപ്പിക്കാം. 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് മുതൽ നമുക്ക് പ്രോപ്പർലി നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിന്റെ ഒക്കെ പോലെ ബേസിക്സ് മുതൽ പെൻസിൽ എങ്ങനെ പിടിക്കണം, പേപ്പർ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇരിക്കണം, ബേസിക് ആയിട്ടുള്ള ഷേപ്പുകൾ എങ്ങനെ വരയ്ക്കണം, ഷെയ്ഡിങ് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ ഷെയ്ഡിങ് പഠിപ്പിക്കുക, കളറിങ് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ കളർ പെൻസിൽ അല്ലെങ്കിൽ വാട്ടർ കളർ കേക്ക്സ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്രാജുവൽ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോ എന്തായാലും ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ട് വെച്ചാൽ കിട്ടും. ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് സ്വന്തം മക്കളെ. അതായത് ഈ സംഭവം ഇങ്ങനെയാണ്. അതായത് പാരന്റ്സിന് ചെറുപ്പത്തിലെ പഠിപ്പിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഓൺലൈൻ ക്ലാസ് കാണുന്നുണ്ടായിരിക്കുക. പക്ഷെ എനിക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് മക്കളുടെ പേരിൽ അഡ്മിഷൻ എടുക്കും. എന്നിട്ട് മക്കൾ പഠിച്ചോട്ടെന്ന് വിചാരിക്കും. എന്നിട്ട് അപ്പൊ മക്കൾ പഠിച്ചു കഴിയുമ്പോൾ ഇവർ കാണുമ്പോൾ എനിക്കും പഠിക്കാമല്ലോ, എന്നിട്ട് നേരെ തിരിച്ച് പാരന്റ് വീണ്ടും പഠിക്കും. എന്നിട്ട് പാരന്റ് പഠിച്ച് അപ്പൊ നമ്മുടെ പ്രായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറെ കൂടി പഠിക്കാൻ പറ്റില്ല, കുട്ടികളെ പോലെയല്ല, കുറെ കൂടി ഫോക്കസ് കൊടുത്ത് ഇരിക്കാനൊക്കെ പറ്റും. പാരന്റ് പഠിക്കുമ്പോൾ അവർ വിചാരിക്കും ഇന്നിപ്പോ എനിക്ക് എന്റെ മക്കളെ പഠിപ്പിച്ചോടെ. അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഫാമിലി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഡാറ്റ കിട്ടും, അവരെങ്ങനെ പഠിപ്പിക്കുന്നത് ചോദിക്കാം. സഹ്റാൻ ഇതുപോലെ തന്നെ അറിയാലോ, സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരാളാണ്. നമ്മുടെ ക്ലാസ്സിലോട്ട് വന്ന് ഇത് ഒരുപാട് പേര് ഇതുപോലെ പഠിപ്പിക്കുന്നു. മെയിൻ കാര്യം ഇതിന് കേട്ടോ, നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാമ്പിളായി നിൽക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ബാക്കിയുള്ള ക്ലാസ്സുകളെ പോലെ ടീച്ചർ മാത്രം മുകളിൽ നിന്ന് കുട്ടികളെല്ലാം താഴെ ഇരുത്തി പഠിപ്പിക്കുന്ന മെത്തേഡിൽ നടക്കില്ല.
ഇപ്പോൾ അബ്ബാസ് കമ്മീഷൻ വർക്ക് എടുക്കുന്നത് നാളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഫസ്റ്റ് ടൈം കമ്മീഷൻ വർക്ക് എടുക്കാനായിട്ട് റെഡിയാവും. ഇപ്പൊ സഹ്റാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചിലപ്പോൾ ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ചിലപ്പോൾ സഹ്റാൻ ആ ഒരു പോസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ റീസണും ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള വേറൊരാൾ സ്റ്റാർട്ട് ചെയ്തതും ആയിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പവർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമുക്ക് തന്നെ പഠിപ്പിക്കാം. ഈ ഒരു മെത്തേഡ്, ആ ഒരു ഗ്രാജുവൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ഇപ്പം ഡൗട്ട് ഉണ്ടോ? മകന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയാ വരക്കുണ്ട്. എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വട്ടൊക്കെ ഇട്ടിട്ട് ഉം. കൊണ്ടൊക്കെ അങ്ങനെ വരക്കും. വരക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക്. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ എന്താ പറയാ അവർക്കൊരു താല്പര്യം ഉണ്ടാവാണ്ട് നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ കുറെ അവർക്ക് തന്നെ ഞാൻ വരക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഓരോ കാണിച്ചിട്ട് അവരെന്താ പിന്നെ എനിക്കൊരു അനുഭവം എന്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും കുഴപ്പമില്ല. അതൊക്കെ പോർട്രേറ്റ് വരക്കാൻ പാടില്ല, ചിത്രം വരക്കാൻ പാടില്ല. ഉം. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവട്ട് കൊടുക്കണം. ഞങ്ങളെ ഒരു മതത്തിലൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി എല്ലാവർക്കും. ഇപ്പൊ ഞാനൊക്കെ നന്നായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് കാരണം മരിച്ചു പോയാലും ഇതിന് നമ്മള് ജീവട്ട് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് വരക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്നും ഞാനൊക്കെ ഒളിച്ചും പാർട്ടി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പുസ്തകത്തിന്റെ ഏറ്റവും ബാക്കിലെ പേജിൽ ആളുകളെ വരക്കും, ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വരക്കും. കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ട ഇടുമ്പോ ആ ആ വരച്ചതും കൂടെ നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് കാണിക്കാൻ പേടിയുള്ളൂ. ഉം. ഇപ്പത്തെ പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ഇപ്പൊ എന്താ പറയാ വെറുതെ ഒരു വട്ടിട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കളിന്റെ മകൻ വരക്കും എന്നുള്ള ഒരു വരക്കണ മകനാണ് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മൾ അത്യാവശ്യം വരക്കണ ആളാണെങ്കിലും വരക്കാൻ പാടില്ല, വരച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റുള്ള ഒരു കാല സമയം ഉണ്ടായി. അതിനൊക്കെ മാറി ഇപ്പൊ എന്റെ ഉമ്മ ജീവിച്ചിരിക്കൊണ്ട് ഞാൻ ചിത്രം വരച്ചിട്ട് ഉമ്മക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഉമ്മക്ക് സങ്കടമാണ് ഇപ്പൊ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ ഞാൻ വരച്ചിരുന്ന ഒരാളെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞു വരക്കണം അങ്ങനത്തെ ഒരു കാലത്ത് അവർക്കൊക്കെ മറ്റുള്ളവരൊക്കെ കേട്ടിട്ടുള്ള ഒരു അറിവാണ്. അതിന്റെ പേരിൽ ഞാൻ അവനൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം. ഇപ്പൊ ഞാൻ വരച്ചിട്ട് ഉമ്മക്ക് കാണിച്ചു കൊടുക്കും. ഒരു എല്ലാ ചിത്രങ്ങളും വരച്ചു കഴിഞ്ഞിട്ട് ഉമ്മ ഇന്നും വൈഫാണ് ഞാൻ വരച്ച ചിത്രത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കല്. അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പൊ ചില ആളുകൾക്ക് പാട്ട് പാടാൻ കഴിയില്ല, പാട്ട് കേൾക്കാനുള്ള ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ ഇതിലുള്ള തെറ്റുകളൊക്കെ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഉമ്മാന്റെ അടുത്ത് നമ്മള് ഫോട്ടോ വരച്ചിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്താൽ എടാ അത് കണ്ണിന് എന്തോ പ്രശ്നം കിട്ടാ, ഈ കണ്ണ് വരച്ച് ശരിയായി ചെയ്യട്ടാ, ഈ വൈഫാണെങ്കിലും വരും ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു ഭാഗം വരച്ച് ഷെയ്ഡ് ചെയ്തിട്ട് ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കൊണ്ടേക്കാം. അപ്പൊ ഒരു സത്യസന്ധമായിട്ട് നമുക്ക് അതിനൊരു ഇത് പറഞ്ഞു തരും. നമുക്ക് തന്നെ ഉറപ്പാണ്. അപ്പൊ നമ്മളൊന്നും കൂടെ പിന്നെ ഞാൻ ആദ്യത്തെ പറഞ്ഞൊരു ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാല് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, തീർക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ഒരു ഭാഗം വരച്ച് അത് പിന്നെ ഏകദേശം നമുക്ക് മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ മാറ്റി വെച്ചിട്ട് അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് പിറ്റത്തെ ദിവസം കടയിൽ പോയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെ പാട്ടുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് പിറ്റത്തെ ദിവസം അത് ഇങ്ങനെ ഫോണിന്റെ ഒന്നും മനസ്സിലൊന്ന് വെക്കും. എന്നിട്ട് പിന്നീട് വന്നതിന് ശേഷം രാത്രി വന്നതിന് ശേഷം അത് ക്ലിയർ ചെയ്യും. പിന്നെ എന്താ പറയാ അത് സാറ് പറഞ്ഞ ടിപ്പാണ്. എന്താണ് പെട്ടെന്ന് വരച്ച് തീർക്കാണ്ട് സാവധാനം വരച്ച് ഇപ്പൊ സാറിന്റെ ഏത് ചിത്രം കാണുമ്പോൾ നമ്മള് എത്രയോ ദിവസം എടുത്തിട്ടാണ് സാറ് ചിത്രം വരച്ചത് അത് പരിപൂർണ്ണമാക്കി വരുന്നത്. അതുപോലെ ഇപ്പൊ എന്താ പറയാ ഒരു ദിവസം ചെറിയ ഭാഗം ചിലപ്പോ ഒരു കണ്ണോ കണ്ണിന്റെ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഷെയ്ഡൊക്കെ ചെയ്തതിന് ശേഷം അത് ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നീട് കൂടെ ഞാൻ തന്നെ ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ വൈഫിനെ കാണിച്ച് കുഴപ്പമില്ല. പിന്നെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. മക്കളൊക്കെ ഉണ്ട്, മൂന്നാളുണ്ട്. മൂന്നാളൊക്കെ പുറത്ത് നിർത്തിയിട്ട് അവരവിടെ എത്തിയും സപ്പോർട്ടാക്കി തന്നാൽ രണ്ടു കൊണ്ട് രണ്ടു മണിക്കൂറും മുന്നേ കിട്ടിയില്ല, അപ്പൊ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഒരു വർഷത്തിന് ശേഷം നല്ലൊരു മാറ്റം. കാരണം ഏകദേശം ഒരു വർഷത്തിന് അടുത്തായി ഞാൻ ക്ലാസ്സിൽ
ഇപ്പൊ ഞാൻ ഇരിക്കുന്ന റൂമിൽ AC ആണ്. സത്യം പറയാലോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു സംഭവം മനസ്സിൽ. സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഒരു സംഭവം പറ്റില്ല എന്നുള്ള, അത് ചെയ്യാം. അതിന് ബാക്കിൽ പിന്നെ എന്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ഭവിഷ്യത്തുകളൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അത് ചെയ്യും പിന്നീടല്ലേ. അപ്പൊ അതേപോലെ ഞാൻ പെട്ടെന്ന് വൈഫൊന്ന് പണ്ടടിച്ച് AC ആണ്. AC ആണ്. പിറ്റേ ദിവസം തന്നെ അടവിട്ട് ഒരു AC ആണ്. പക്ഷെ ഞാനത് പഴയ ആളാണെന്നുള്ള ഞാൻ വാങ്ങില്ല. എനിക്ക് പേടിയാവും എങ്ങനെയാണ് എങ്ങനെ അടക്കും. പക്ഷെ ഞാന് ഇല്ല, ഒരു വർഷത്തിന് ശേഷം ഇത് AC മാത്രമല്ല കേട്ടാ, എന്റെ എല്ലാ കാര്യങ്ങളിലായാലും ഞാൻ ചെയ്യും. ഇപ്പൊ എനിക്ക് ഞാൻ ബാക്കിലേക്ക് ചിന്തിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. എന്ത് സംഭവമാണ് ചെയ്യും. പിന്നീട് എന്താ പറയാ അത് എന്താ സംഭവിക്കുന്നത് പിന്നീട് അറിഞ്ഞാൽ എന്താ പറയാ ലൈഫിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റും. ഒരു ചിത്രകാരൻ മാത്രമായിട്ട് ഇതിലൊരുക്കാൻ പറ്റില്ല. അത് സാറിന്റെ ഒരു എന്താ പറയാ വീട്ടിൽ പറഞ്ഞു. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കൊരു എന്താ പറയാ ഒരാള് പരിപൂർണ്ണ ചിത്രം വരയ്ക്കുന്ന ഒരാളായിട്ടില്ല, ഒരു നല്ലൊരു മനുഷ്യനെ തന്നെ മാറ്റി. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഈ ക്ലാസ് ചെറുപ്പത്തിലേ ഈ ക്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റും. ഇപ്പൊ നമ്മളെ 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് സാറിന്റെ ക്ലാസ്. അവരൊക്കെ സത്യം പറയുമ്പോൾ ഭാഗ്യം ചെയ്തവരാ. കാരണം എന്താന്ന് പറയാ ഇത്ര എന്താ പറയാ നന്നായിട്ട് അവർക്ക് ജീവിതത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും. ഇത്രയും ശരിക്കും ഇതായിട്ടുള്ള പറഞ്ഞാൽ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, അപ്പോൾ ആർട്ട് മാത്രമല്ല, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് ജോലി ചെയ്താലും എത്ര ബിസി ആയാലും ഒരു സൈഡിലൂടെ ആ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ അത് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആർട്ട് പബ്ബാസ് ജോലിയുടെ ഒപ്പമാണ് ആർട്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഈ ജോലിയുടെ സ്ട്രെസ്സും ടെൻഷനും വീട്ടിലെ കുറേ ടെൻഷനും ഒക്കെ മറക്കാനായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആർട്ട് ഒരു മെഡിറ്റേഷൻ പോലെ വർക്ക് ചെയ്യും. ഇത് പാട്ട് പാടുന്നവർക്കാണെങ്കിൽ പാട്ടായിരിക്കും, ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് ആയിരിക്കും. ഇപ്പം ഈ ഒരു പാഷൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ശരിക്കും ഭയങ്കര വലുതാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ അറിയാമല്ലോ, കുറേ പേര് മദ്യപിച്ച് നടക്കുന്നവരുണ്ട്, കുറേ പേര് പല പല രീതിയിൽ നടക്കും. അവർക്ക് ആക്ച്വലി ലൈഫിലൊരു ഹുക്ക് ഇല്ല, അവർക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള പാഷൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും നോക്കുന്നത് ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും അവരിൽ ആ ഒരു പാഷൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അത് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറും. നമ്മൾ കറക്റ്റ് രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. കാരണം നമുക്കത് ആർട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ പോലും നമുക്കത് മതി. ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ലൈഫ് ബെറ്ററായി വരും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ലൈഫ് സ്ട്രക്ചർഡ് ആക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും ഞാനും എൻ്റെ ലൈഫ് സ്ട്രക്ചർ ആക്കിയത് ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ ലൈഫ് സ്റ്റോറി പഠിക്കുന്നതും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ കുറേ മെത്തേഡുകൾ പഠിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, വെൽനസ് റിലേറ്റഡ് കോഴ്സുകൾ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത സമയത്താണ് അപ്പം എനിക്ക് മനസ്സിലായത് ശരിക്കും ഈ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ലോകത്തെ മാറ്റിമറിക്കുന്ന ആൾക്കാർ. അവർ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റും. അത് എത്ര സീറോ എന്ന് വരുന്ന ഒരാളാണെങ്കിൽ പോലും എത്ര മൈൻഡ് സെറ്റ് സീറോ താഴെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കുമ്പോഴും നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടി, മറ്റുള്ള നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെടുത്ത അബ്ബാസിന് എന്താ പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് എന്താ പറയാ ഇനിയും ഞാൻ പറഞ്ഞേ ഇത് മടിച്ചു നിൽക്കാൻ പാടില്ല. സാറിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ ഇത് എന്താ പറയുക പ്രൊമോഷൻ ആയിട്ട് പറയുന്നില്ല. സാറിന്റെ ക്ലാസ് കിട്ടിയവർക്ക് ഭാഗ്യം. എല്ലാരും വിചാരിക്കും എന്താ പറയാ സാറിന്റെ പ്രൊമോഷന് വേണ്ടി പറയും. അല്ല, നമ്മളെ ലൈഫ് ശരിക്കും നമ്മള് വിചാരിക്കണ പോലെ അല്ല. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാൻ ശരിക്കും അനുഭവിച്ച ഒരാളാണ്. എന്റെ എന്താ പറയാ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആർട്ടിൽ മാത്രമല്ല, എന്റെ സ്വഭാവത്തിലായാലും എന്റെ ജീവിതത്തിലായാലും ഞാൻ ഇപ്പൊ ഏതൊരു കാര്യം പോസിറ്റീവ് ആയിട്ട്, മറ്റത് എനിക്ക് എന്താ പറയാ നെഗറ്റീവ് വരുന്ന ആദ്യം ഒന്നും കാര്യം, എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും നെഗറ്റീവ് ഇരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിൽ മാത്രമല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റില്ല. അത്
സാറിന്റെ ക്ലാസ്സിന്റെ താങ്ക് യു സർ. യെസ്, ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അടുത്ത ഒരു വർഷത്തേക്ക് ആർട്ടിൽ ഒരു ഗോള് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ചിത്രമാണ്, ഉം. മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു, നല്ല എന്താ പറയാ, എല്ലാരും പറയാ റിയലിസ്റ്റിക്, അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താണെന്ന് ചോദിക്കും, അതുപോലുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത്. എന്ത് ചിത്രമായിരിക്കും അത്? ഒരു പോർട്രേറ്റ് തന്നെ, ആരുടെ? അതിന്റെ പല പറഞ്ഞു. മരിച്ച് എനിക്ക് ഒപ്പം മരിച്ച് ഒരു 15 വർഷത്തോളം. പക്ഷെ എന്താ പറയാ, നമ്മളെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ എന്താ പറയാ നഷ്ടമായിട്ട് തോന്നുന്നു. കാരണം ഇങ്ങനെ എന്താ പറയാ, ഇത്രയും നല്ല ലൈഫ് എനിക്ക് കിട്ടിയത് അവപ്പാന്റെ മകനായിട്ട് തന്നെ. പിന്നെ സത്യം പറഞ്ഞ എന്റെ ഒപ്പം എന്നെ ഒരു പ്രാവശ്യം അടിച്ചിട്ടു, ഒരിക്കൽ അങ്ങനെ ഉണ്ടാവില്ല. ചില ഏതൊരു ആയാലും ഉമ്മ അടിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം. അപ്പൊ തന്നെ സാറിന് അറിയാലോ ഞാൻ പിന്നോടുള്ളത്. ഉപ്പാക്ക് വരക്കുന്നത് ഇഷ്ടമാണ്. അന്ന് പിന്നെ എന്താ പറയാ, ഇപ്പൊ ഗൾഫിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഉപ്പാനായിട്ടുള്ള ഫോട്ടോ, എന്റെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും വരക്കില്ല. കാരണം ഞാൻ പെർഫെക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീല് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാനത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിനിമം ഒരു A2 സൈസിൽ ചെയ്യണം. A2 എന്ന് പറയുമ്പോൾ A3 അറിയാലോ, A3 എന്ന് പറയുന്നത് A4 പേപ്പറിന്റെ ഡബിൾ സൈസ് വരും, അതിന്റെ ഡബിൾ വരും A2 സൈസ്. മിനിമം A2 സൈസിൽ വേണം ആ പോർട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ ഗ്രൂപ്പിൽ നിന്ന് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അത് ചെയ്യേണ്ട സമയമാവുന്ന സമയത്ത് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. വേറെ എന്തെങ്കിലും ഗോൾ ഉണ്ടോ നമുക്ക്? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ മക്കള് പഠിക്കണം എന്ന് പറയുന്നത്, അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ അതിന്റെ കൂടെ മറ്റു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നെ ഒന്നാമത് എന്താ പറയാ, ഞാൻ ഒരു ആർട്ട് സ്കൂൾ തുടങ്ങണം എന്നൊക്കെ അതിയായ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ആകെ ഒരു ഞായറാഴ്ച മാത്രമേ എനിക്ക് ലീവുള്ളൂ. പിന്നെ ഒരു ഞായറാഴ്ച ആകുമ്പോ മക്കൾക്ക് ലീവുള്ള ദിവസം ആ ഒരു ഞായറാഴ്ചയാണ്. പൊതുവെ ആർട്ട് സ്കൂളൊക്കെ ഞായറാഴ്ച 12 മണി വരെയൊക്കെയാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ എന്തായാലും എന്റെ മക്കളെ പഠിപ്പിച്ചിട്ട് അവരെ വരക്കുന്നത് കണ്ടിട്ട് മറ്റുള്ള മക്കൾ പറയുമല്ലോ, അവരെ പാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പൊ അവരെ കൂടെ പോയി പഠിക്കണം, അങ്ങനെയുള്ളൊരു ലെവലിൽ എത്താൻ വേണ്ടി സ്കൂൾ തന്നെയാണ്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മുടെ കമ്മീഷൻ വർക്കും കണ്ടിന്യൂ ചെയ്യണേ. കാരണം ഫസ്റ്റ് കമ്മീഷൻ വർക്ക് കിട്ടാനാണ് ശരിക്കും ബുദ്ധിമുട്ട്. ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, നെക്സ്റ്റ് ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം അതെല്ലാം പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുക. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ആർട്ടിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, ശരിക്കും പൈസ എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് നമ്മളോട് ചിത്രം വരക്കാൻ പറയും. എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് വേണ്ടത്. ഇപ്പം ഞാനിങ്ങനെ എത്ര എമൗണ്ട് പറയുമ്പോ ഒരു ചിത്രം വരയ്ക്ക് എത്ര വേണം, നിങ്ങൾക്ക് വേണം. അപ്പൊ സാർ, ഞാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ 500 രൂപക്കൊക്കെ ഒരു ചിത്രം വരച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം എന്റെ ചിന്താഗതി. പിന്നെ സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോ സാർ പറഞ്ഞല്ലോ, നിങ്ങളെ സമയത്തിന്റെ വിലയാണ്. നമ്മളൊരു പോർട്രേറ്റ് സമയത്തിന്റെ, പിന്നെ അത് മാത്രമല്ല, നമുക്ക് വാല്യൂ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ചിലപ്പോൾ 500 രൂപക്ക് വാങ്ങുന്ന ചിത്രം വരച്ചു കൊടുക്കുന്ന ആളെ വാല്യൂ ആവില്ല നമ്മൾ ഒരു 1500 രൂപക്ക് വരച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ആൾക്കാരെ മതി. സാർ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ആളെ, സാറിന്റെ ഈ കോഴ്സിന് ഇത്ര പൈസ, അങ്ങനത്തെ ആളുകൾ മതി. പക്ഷെ സാറിന് ആളുകളുണ്ട്.
സാറിന്റെ സ്റ്റുഡൻസ് പറഞ്ഞാൽ അത്ര സ്റ്റുഡൻസ് ഉണ്ട്. ആ വാല്യൂ കണക്കാക്കിയിട്ടാണ് അവർ, എന്താ പറയാ, സാറിന്റെ ക്ലാസ് കയറിയിട്ടുണ്ട്. അപ്പൊ വാല്യൂ ഉള്ള നല്ല സ്റ്റുഡൻസിന് തന്നെ സാറിന് കിട്ടുന്നു. അപ്പൊ എനിക്ക് വാല്യൂ ഉള്ള ഒരു കസ്റ്റമറെ എനിക്ക് മതി. അതെ. അപ്പൊ ഒരു ഫിക്സഡ് എമൗണ്ട് ഞാൻ 1500 എനിക്ക് വേണമെന്നുണ്ടോ? അത്രക്ക് ഭയങ്കര റൈറ്റ്. എന്റെ വരക്ക് അത്രയാണ്. ഞാൻ കുറഞ്ഞ കാര്യം ചെയ്യുന്ന വരക്ക് ഞാൻ കുറച്ചുകൂടി എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ കടയിൽ നിന്ന് വന്നിട്ട് ഞാൻ രാത്രിയിൽ എനിക്ക് ഉറപ്പ് വെച്ചിട്ട് വേണം ഒരു ചിത്രം വരയ്ക്കാൻ. അപ്പൊ എന്റെ സമയത്തിന് ഞാൻ വാല്യൂ കൊടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം കിട്ടണം ഞാൻ ഈ ഒരു ചിത്രം വരയ്ക്കും. അപ്പൊ എന്റെ സമയത്തിന് വരുന്നത് രണ്ടാളുകൾ ഇതേപോലെ വന്ന് അത് പറഞ്ഞു. മൂന്നാമത്തെ ആള് പിന്നെ കുറെ പേര് പറഞ്ഞു. ഉം. ക്ലാസിക്കുകളൊക്കെ ഭയങ്കര അങ്ങനെയുള്ള നമ്മോട് പറയാൻ പറ്റാത്ത ചെറിയ. ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പരസ്യം എത്ര പേര് കാണുന്നുണ്ടെന്ന് ഏകദേശം ഒരു ഊഹിക്കാമല്ലോ ഡെയിലി. എനിക്ക് കിട്ടാത്ത തെറികളില്ല. ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ പരസ്യമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോ ഓരോ തവണ ഒരാൾ നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയുമ്പോഴും ഞാൻ റിയാക്ട് ചെയ്യാറില്ല നോർമലി. നെഗറ്റീവ് പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അവർക്ക് അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചീത്ത പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഇതുപോലെ കുറെ പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾ അവര് കുറെ കാര്യങ്ങൾ ലൈഫിൽ ചെയ്ത് വിജയിക്കാതിരിക്കുന്ന സമയത്ത് ഒരുത്തിന് ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ വന്ന് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലൊരു ഇത് തോന്നും. സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ അവരോട് സിമ്പത്തറ്റിക് ആവാണ് ചെയ്യുന്നത്. അയ്യോ പാവങ്ങള്, അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. നമ്മൾ പ്രൊഫഷണലി ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പാർട്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നെഗറ്റീവ് പറയേണ്ട ആൾക്കാരുണ്ടാവും. മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറെ കൂടി വാശിയായിട്ട് അതിന് എടുക്കുക. ഞാൻ ഓരോ തവണ തിരക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയും കൂടുതൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരണം, ഇനിയും കൂടുതൽ അത് കുറെ കൂടി ട്രസ്റ്റബിൾ ആക്കി. ഇപ്പോൾ ഓരോ സ്റ്റുഡന്റ് വരുമ്പോൾ എൻ്റെ ട്രസ്റ്റ് വാല്യൂ അല്ല കൂടുന്നത്. അപ്പൊ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ആ ക്ലാസ് ഒന്നും എന്തായാലും കണ്ടോളൂ. മിസ്സായ ക്ലാസ്, കമ്മീഷൻ ആ വർക്കിനെ കുറിച്ചുള്ള ക്ലാസ് കാണാം. അതിൽ കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് പ്രൈസ് പറഞ്ഞുകൊണ്ട് എങ്ങനെ വർക്ക് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ എടുക്കുകയാണെങ്കിൽ കുറെ ഫ്രീ വർക്ക് ചോദിച്ചു വരുന്നവരൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലായിട്ട് തന്നെ വർക്ക് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഓൾറെഡി നല്ല ടാലന്റ് ഉള്ള ആളാണ്. പോസിറ്റീവായിട്ട് ഇരിക്കുക. ലൈഫും ഇനിയും ഒരുപാട് ഒരുപാട് ഒരു റൂമിലല്ലേ എ സി വെച്ചിട്ടുള്ളൂ. ഒരുപാട് റൂമിൽ എ സി വെക്കാനും ഒക്കെ സാധിക്കട്ടെ. താങ്ക് യു. യെസ്. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. ഓക്കെ ഓക്കെ. യെസ്. ഒരുപാട് നല്ല മൊമെന്റ്സ് നല്ലൊരു ആയിരുന്നു. ദിവസമായിട്ട് ഭയങ്കര, എന്താ പറയാ, സമയം പോലെ അറിയില്ല. 3 മണിയാണ്. പക്ഷെ എന്താ പറയാ, സാറിന് സംസാരിച്ചിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടി. സാറിന് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ ഒന്നുകൂടെ കാണണമെന്ന് കല്യാണക്കാരോട് തിരക്കൊക്കെ ആയിരുന്നു. അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും സാറ് അങ്ങനെ ഒരു ഓഫ്ലൈൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു, എന്താ പറയാ, ഉപകാരമാവുന്നതെന്ന് തോന്നുന്നു. കാരണം ഒന്നും കൂടെ നമുക്ക് അടുത്തറിയാലോ. ആർക്കും അറിയാത്തില്ല, പക്ഷെ നമുക്ക് എന്താ ഒന്നും കൂടെ ഒരു ഇത് കിട്ടുമ്പോൾ ഒരു തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയാ, സാറ് ഞങ്ങളൊരു ബ്രദർ മാത്രമല്ല, വീട്ടിലെ ഒരു ഫ്രണ്ട് കൂടെയാണ്. താങ്ക് യു സോ മച്ച്. ഓഫ്ലൈൻ മീറ്റിംഗ് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്ന പോലെ അത് സെറ്റ് ചെയ്യണം. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെറിയൊരു ഹോൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ കുറച്ചധികം പ്ലാനിങ് ഉണ്ട്. കുറച്ച് മാസങ്ങൾ എടുക്കും. അപ്പോൾ ഞാനത് ആവുന്ന സമയത്ത് എന്തായാലും അനൗൺസ് ചെയ്യാം. അത് ആക്ച്വലി അങ്ങോട്ട് വരുന്നവരുടെ മൈൻഡ് സെറ്റിലാണ് കളി മൊത്തം നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ കൂടാതെ അച്ചീവേഴ്സ് ക്ലബിലോട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന മെസ്സേജ് അയച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചീവേഴ്സ് ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരാനായിട്ട് സാധിക്കും. ഓപ്പൺ ഗ്രൂപ്പാണ്. നമ്മുടെ മറ്റേ ഗ്രൂപ്പ് പോയ സമയത്ത് ഒരുപാട് ഒരുപാട് പേർക്ക് വിഷമമുണ്ടായെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അപ്പോ മെയിൻ ഉദ്ദേശം ഇതാണ്, നമ്മുടെ ഗോളിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരതിൽ ബിസി ആവും, വെറുതെ വരച്ചിടാന്നുള്ള ലെവലിലോട്ട് മാറും. ഇപ്പോൾ അച്ചീവേഴ്സ് ക്ലബിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഡിഫറെന്റാണ്. അതിൽ വരയ്ക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റാണ്. അബ്ബാസിനെ പോലുള്ളവർക്ക് വരുന്ന സമയത്ത് കുറെ കൂടി വാല്യൂ നമുക്ക് കിട്ടും. 1-to-1 കംപ്ലീറ്റ് ആക്കിയവർ മാത്രമേ അതിൻ്റെ അകത്തോട്ട് വരുള്ളൂ. പിന്നെ കൂടാതെ എനിക്ക് സ്പെഷ്യൽ ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര്, കോമൺ ഗോളുള്ള ഒരുപാട് പേരുണ്ടാവും. അവരായിട്ട് കണക്ട് ചെയ്യാനും അതിലോട്ട് ആ ഗോള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ആ ഗ്രൂപ്പിലൂടെ കിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം മീറ്റിംഗ് തീരുന്ന സമയത്ത്. അപ്പൊ ഒരുപാട് സന്തോഷം. നമുക്ക് വേറൊരു മീറ്റിംഗിൽ കാണാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.